അപ്പോൾ ഇന്നലെ തന്നെ അത് ഇടപെട്ടിരുന്നു. ഇന്നലെ യഥാർത്ഥത്തിൽ ഫീസ് ഊരുന്ന ആ ഘട്ടത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ പോരാൻ ഇങ്ങോട്ട് ട്രെയിനിലേക്ക് കയറാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് എന്നെ കാണാൻ വന്നിരുന്നത്. അപ്പോൾ തന്നെ വൈദ്യുതി മന്ത്രിയുമായി ബന്ധപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഒരു ഭാഗം അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെൻറ് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. HMT ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായശാലയായിരുന്നു. ഈ കളമശ്ശേരിയുടെ തന്നെ സമ്പദ്ഘടനയെ, ഇതിൻ്റെ ഇവിടുത്തെ ജീവിത രീതികളെ എല്ലാം തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥാപനമാണ് HMT എന്നുള്ളത്. HMT ഇപ്പോൾ വല്ലാതെ തകർച്ചയിലേക്ക് എത്തുന്നു. ഒരു തരത്തിലുള്ള സാമ്പത്തികമായി പിന്തുണയും നൽകുന്നില്ല. യൂണിയൻ മന്ത്രി ഇവിടെ വന്ന ശ്രീ കുമാരസ്വാമി വന്ന ഘട്ടത്തിൽ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നില്ല. അല്ല, നമ്മൾ നേരത്തെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. HMTയുടെ ബാക്കി ഭൂമി യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണെന്നാണ് ഒടുവിലത്തെ ഹൈക്കോടതി വിധി. വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാത്ത ഭൂമി, ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ HMT അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ HMT CMD അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയ്ക്ക് ശേഷം ഗവൺമെൻറ് തന്നെ പറഞ്ഞു, നമുക്കൊരു ധാരണയിലെത്താം, നിങ്ങൾക്ക് എത്ര ലാൻഡ് ആവശ്യമുണ്ട്. അത് അപ്പോൾ സുപ്രീം കോടതിയിൽ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വച്ചിരുന്നു. അതിനുശേഷം ഒരു സെക്രട്ടറി തല യോഗവും പിന്നീട് CMD ആയിട്ടുള്ള അടുത്ത യോഗത്തിന് തീയതി ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടാണ് ആ യോഗം പിരിഞ്ഞതെങ്കിലും അതിനൊന്നും അനുകൂലമായ പ്രതികരണം HMTയുടെ CMDയുടെയും ഉയർന്ന മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം സമീപനം തിരുത്താനായിട്ട് അവർ ശ്രമിക്കേണ്ടതുണ്ട്. അല്ല, അത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അസിസ്റ്റൻസ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം വിടും, ഈ വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആ ഭാരം സംസ്ഥാന ഗവൺമെൻറ് കുറയും. എന്നാൽ കേന്ദ്രത്തിൻ്റെ സ്ഥാപനം നമുക്ക് കേന്ദ്രം പണം തരുന്നുമില്ല, വായ്പയ്ക്ക് അനുവദിക്കുന്നുമില്ല, സാമ്പത്തികമായിട്ട് ഞെരുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ആ സ്ഥാപനത്തിന് ഞങ്ങൾ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് വിട്ടു തന്നാൽ ആ കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. സംസ്ഥാന ഗവൺമെൻറ്റിന് HMT വിട്ടു തരികയാണെങ്കിൽ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് ആ സന്ദർഭത്തിൽ ആലോചിക്കാവുന്നതാണ്.